യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ വായിക്കാം. യോഹന്നാൻ 6:1-4 വരെ. അപ്പം വർദ്ധിപ്പിക്കുന്നു. യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയി. വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെയിരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗലീലിയ കടലിന്റെ മറുകരയിലേക്ക് പോയി. ഈ കടല് എന്ന് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു അശാന്തിയുടെ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇതിനെ അതിജീവിച്ചാണ് കടന്നുപോയി എന്ന് പറയുന്നതിൻ്റെ ഇതൊരു ആത്മീയ ആന്തരിക അർത്ഥത്തിലൂടെയാണ് ഈ കാര്യം പറയണത്. അപ്പോൾ എന്താണ് ഈ കടൽ? പലപ്പോഴും ബാഹ്യമായി ശാന്തമായി കാണപ്പെടാറുണ്ട്, പക്ഷെ ആന്തരികമായിട്ട് അത് ശാന്തതയിലല്ല. ഇത് ആത്മീയ ജീവിതത്തിൽ വ്യക്തികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ചില കാര്യങ്ങളിൽ അവർ ആന്തരികമായിട്ട് ഇപ്പോഴും സ്വസ്ഥരല്ല. ഏശയ്യായുടെ പുസ്തകം 30:15 ഒരു വചനമുണ്ടല്ലോ. ഏശയ്യ 30:15. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. ഇങ്ങനെ ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു കാര്യം ഉള്ളിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകെ എന്ത് ആണ് എന്നുള്ളതാണ് പലപ്പോഴും അത് മനസ്സിലാവില്ല. എല്ലാ കാര്യങ്ങളും വചനം വായിക്കുന്നുണ്ടാകാം, കുർബാനയ്ക്ക് പോകുന്നുണ്ടാവാം, ആരായിട്ടും ബാഹ്യമായിട്ട് വഴക്കിനോ തർക്കത്തിനോ പോകുന്നുണ്ടാവില്ല. എന്നിരുന്നാലും ഒരു തരം റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയും, ഒരു അശാന്തി ഉണ്ടാവും. ഇതിൻ്റെ പുറകെയുള്ളത് ഒരു വളരെ സൈലൻ്റായിട്ട് പക്ഷേ പ്രകോപിപ്പിക്കുന്ന ഒരു അരൂപീനെയാണ്. അത് ഏശയ്യ 27:1 ഏശയ്യ 27:1. അന്ന് കർത്താവ് തന്റെ വലുതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട് ലെവിയാഥാനെ, പുളഞ്ഞു പായുന്ന ലെവിയാഥാനെ ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. ഇതാണ് ഈ അരൂപിയാണ് പ്രവർത്തിക്കുന്നത്, ലെവിയാഥാൻ. ഇതിനെക്കുറിച്ച് ജോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വചനത്തിലുണ്ട്. ജോബ് 3:8. ലെവിയാഥനെ ഇളക്കിവിടാൻ കഴിവുള്ളവർ അതിനെ ശപിക്കട്ടെ. ജോബിൻ്റെ പുസ്തകം 41-ാം അധ്യായം മുഴുവൻ ഇതിൻ്റെ സ്വഭാവ വിശേഷണങ്ങളാണുള്ളത്. അതിൽ ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. 19. ജോബ് 41:19. അവന്റെ വായിൽ നിന്ന് ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരി ചിതറുകയും ചെയ്യുന്നു. ശാന്തമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, പക്ഷെ ചില സമയത്ത് ഈ ലെവിയാഥാൻ അരൂപി ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തികളിൽ നിന്ന് വരുന്ന വാക്കുകൾ ആർക്കും സഹിക്കാൻ പറ്റാത്തതായിരിക്കും. പിന്നെ 21-ാം വചനം. അവന്റെ ശ്വാസം കരിക്കു തീ കൊളുത്തുന്നു, അവന്റെ വായിൽ നിന്ന് തീജ്വാല പുറപ്പെടുന്നു. 24. അവന്റെ ഹൃദയം കല്ലുപോലെ കടുപ്പമേറിയതാണ്, തിരികല്ലിന്റെ അടിക്കല്ല് പോലെ ഉറപ്പുള്ളതാണ്. അതായത് ഒന്നും ഉള്ളിലേക്ക് വരുന്നില്ല. പുറത്തെല്ലാം ഓക്കെയാണ്, പക്ഷെ ഒന്നും ഉള്ളിലേക്ക് വരുന്നില്ല. 25-ാം വചനം. അവൻ പൊങ്ങുമ്പോൾ ശക്തന്മാർ പേടിക്കുന്നു, അവൻ സ്വരം പുറപ്പെടുവിക്കുമ്പോൾ അവർ ഭയപരവശരാകുന്നു. ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ സാന്നിധ്യം വളരെ അസ്വസ്ഥജനകമാണ്.
കാരണം ഈ അരൂപിയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ അരൂപി പ്രബുദ്ധ കാറ്റഗറിയിൽ വരുന്നതാണ്. എഫേഷ്യൻസ് 6:10-12 വരുന്നതിലെ ഫസ്റ്റ് കാറ്റഗറിയിലുള്ളതാണ്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഈ പ്രഭുത്വങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ അരൂപി. അതുപോലെ തന്നെ ഇത് വീണത് സെറാഫിം ഓർഡറിൽ നിന്നാണ്, മാലാഖമാരുടെ സെറാഫിം ഓർഡറിൽ നിന്നാണ്. അതിലെ ഒന്നാണ് അതിൻ്റെ പ്രിൻസാണ് ശരിക്കും ഈ ലെവിയാഥൻ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള, ആന്തരികമായിട്ട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവരാരോട് ഇടപെട്ടാലും അവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഏശയ്യ 19:14. ഏശയ്യ 19:14. കർത്താവ് അവളിൽ ആശയക്കുഴപ്പത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ മദ്യപൻ ഛർദിച്ചതിൽ തെന്നി നടക്കുന്നത് പോലെ ഈജിപ്ത് എല്ലാ കാര്യങ്ങളിലും കാലിടറി നടക്കുന്നു. യാക്കോബ് 3:16. യാക്കോബ് 3:16. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ, അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. സുഭാഷിതം 6:19. സുഭാഷിതം 6:19. അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവർ. ഈ അരൂപി ഉള്ള വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ സഭയിലോ കടന്നുകൂടി കഴിഞ്ഞാൽ അവർ ഭിന്നത ഉണ്ടാക്കും. അവരുടെ വലിയൊരു ദൗത്യമാണ് ഇങ്ങനെ പുറകെ ഇരുന്ന് ആൾക്കാരെ ഫീഡ് ചെയ്ത് വേറെ ആൾക്കാരെ ചാടിച്ച്. ഗലാത്യ 4:17 ഇവരിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഗലാത്യ 4:17. അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സതുദ്ദേശത്തോടെയല്ല, മറിച്ച് നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ ഈ അരൂപിയാണ് ഇന്ന് പല കാര്യങ്ങളിലും ഭിന്നത ഉണ്ടാക്കുകയും ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സുഭാഷിതം 28:25. സുഭാഷിതം 28:25. അത്യാഗ്രഹികൾ കലഹം ഇളക്കി വിടുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും. എന്നാൽ നമുക്കറിയാം ഒരിക്കലും ദൈവം കലഹത്തിൻ്റെ ദൈവമല്ലാന്ന്. 1 കൊരിന്തോസ് 14:33. എന്തെന്നാൽ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസർ കലഹപ്രിയരല്ല എന്ന് 2 തിമോത്തി 2:24 പറയുന്നുണ്ട്. 2 തിമോത്തി 2:24. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്, എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. മിനിസ്ട്രിയിൽ ശുശ്രൂഷ രംഗത്ത് പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കുക, ഡെലിവറൻസ് മിനിസ്ട്രിയെ അവസാനിപ്പിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ലക്ഷ്യം. കാരണം ഇതിലൂടെ ഇവൻ അടങ്ങുള്ളൂ. അപ്പോൾ അത് രണ്ടും എങ്ങനെ വേണമെങ്കിലും തകർക്കാനുള്ള പദ്ധതികൾ ആയിട്ട് ആരെങ്കിലും ഉപയോഗിക്കും. പിന്നെ പല ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ, വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ, വിവാഹ ബന്ധങ്ങൾ, ആത്മീയ ബന്ധങ്ങൾ എല്ലാം തകർക്കാനായിട്ട് ഈ അരൂപി കടന്നു വരും. അപ്പോൾ ഈ ഒരു അരൂപി കടന്നു വരും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കെ ഈശോ ഇതിനെല്ലാം അതിജീവിച്ച് കടന്നുപോയവനാണ്. 1 യോഹന്നാൻ 3:8. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഇങ്ങനെയുള്ള ഒരു ലോക അവസ്ഥയിലേക്കാണ് ഈശോ മനുഷ്യാവതാരം ചെയ്യുന്നത്.
എന്നിട്ട് വാഗ്ദാനം ചെയ്യുന്നത് ലൂക്ക 2:14 ലൂക്ക 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇനി ഈ കടലിൻ്റെ മേലെ നടന്നു പോകുന്നു എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ മേലെ ആധിപത്യമുള്ളത് ഈശോയ്ക്ക് മാത്രമാണ്. റോമ 16:20. റോമ 16:20. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ കടന്നു പോകുന്നത്, അക്കരെ എത്തുന്നത് കർത്താവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ ഉത്ഥാനത്തിൽ ഈ പീഡാസഹനവും അതിനുശേഷമുള്ള ഉത്ഥാനമാണ് പലരെയും, ഈ പറഞ്ഞ കടലിലുള്ളവരെയും ദൈവം സ്വന്തമാക്കുന്നത്. അങ്ങനെയാണ്. ഏശയ്യ 60:4-5. ഏശയ്യ 60:4-5. കണ്ണുകുളിർത്തി ചുറ്റും നോക്കി കാണുക, അവർ ഒരുമിച്ച് കൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദ പുളകിതമാകും. ഇതാണ് കുറേ പേര് ഈശോയെ അനുഗമിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ. അതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. 2-ാം വചനത്തിൽ നമ്മൾ വായിച്ചത്. സങ്കീർത്തനം 7:7. സങ്കീർത്തനം 7:7. ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ, അവർക്ക് മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകണമേ. ഇന്നത്തെ കാലത്ത് ഇനി കൂടുതൽ ആൾക്കാർ ഈശോയെ അനുഗമിക്കുമെന്നുണ്ടെങ്കിൽ വിമോചനം പല അരൂപികളിൽ നിന്നും വ്യക്തികൾക്ക് കിട്ടാനുണ്ട്. ആത്മീയ ജീവിതം നയിക്കണു എന്ന് പറയുന്നു, വിശ്വാസമുണ്ട് എന്ന് പറയുന്നവരിലും ആത്മാവ് ഇല്ലാത്ത ഒരു ആചാര ജീവിതം നയിക്കുമ്പോൾ അതിലൂടെ അവർ ആത്മീയരായി മാറുന്നില്ല. ഈ വിമോചനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുക. എന്തുകൊണ്ടാണ് പലരും അനുഗമിക്കുന്നത്? ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, ഒരു വലിയൊരു കൂട്ടമാണ് ഈശോയെ അനുഗമിക്കുന്നത്. ഈശോ ആണ് രക്ഷകനെന്നും ഈശോ ആണ് വിമോചകനാണെന്നും ഈശോ ആണ് എല്ലാം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അനുഗമിക്കുന്നതിന് പല തലങ്ങളുണ്ട്. ഒരു ഉന്നത തലം എന്ന് പറയുന്നത് ഈശോയുടെ പഠനങ്ങൾ സ്വീകരിക്കാനും അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അനുഗമിക്കുന്നവരുണ്ട്. രണ്ടാമത്തെ ഒരു കൂട്ടർ വെറും അത്ഭുതങ്ങളിൽ വിസ്മയഭരിതരായിട്ട് അത് കാണാൻ വേണ്ടി അത് നടക്കുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് അതിനുവേണ്ടി മാത്രം കർത്താവിനെ അനുഗമിക്കുന്നവരുണ്ട്. മൂന്നാമത്തെ ഒരു കൂട്ടർ സൗഖ്യം പ്രാപിക്കുന്നു. അത് ദൈവകൃപയാണ്, ദൈവത്തിൻ്റെ ഇടപെടലാണ്. പക്ഷേ അതിനുശേഷം അവർ ആത്മീയ സൗഖ്യവും പ്രാപിച്ച് ആ ആത്മീയ യാത്രയിലും പുറപ്പെടുന്നുണ്ട്. അതാണ് ഈശോ അത്തരം ആൾക്കാരോടാണ് പറഞ്ഞ പാപം മേലിൽ ചെയ്യരുതെന്ന് പറഞ്ഞത്. യോഹന്നാൻ 5:14. യോഹന്നാൻ 5:14. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഇനി നമ്മൾ കാണുന്നത് ഈശോ അവരെല്ലാം കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യോഹന്നാൻ 6:3 ഒന്നും കൂടി വായിക്കോ. യോഹന്നാൻ 6:3. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. നമ്മൾ പല വിധത്തിലായിരിക്കും ഈശോയെ അനുഗമിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ഈശോയുടെ പഠനത്തിൽ ആകൃഷ്ടരായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില അത്ഭുതങ്ങൾ പല സ്ഥലത്തും കണ്ടത് കേട്ടതുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചില സൗഖ്യത്തിന് നമുക്കും സൗഖ്യം കിട്ടിയിട്ടുണ്ടാവും, നമ്മളും ആത്മീയ വഴിയിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു തലത്തിലേക്ക് നമ്മളിനി കടക്കണം, കുറേയും കൂടി ഉന്നതമായ തലത്തിലേക്ക്, അതായത് മലയിലേക്ക് കടക്കണം. കാരണം അവിടേക്കാണ് ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സങ്കീർത്തനം 66:18-20 വരെയുള്ള വചനങ്ങൾ. സങ്കീർത്തനം 66:18-20 വരെ. എന്റെ ഹൃദയത്തിൽ
ദുഷ്ടത കൂടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. എന്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എന്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. യോഹന്നാൻ 6:4 വായിക്കാം. യോഹന്നാൻ 6:4. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഈ പെസഹ തിരുനാൾ അടുത്തിരുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട്. അത് നമ്മൾ എന്തിൽ നിന്ന് എന്തിലേക്ക് കടക്കണം, ഈ മലയിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന 1 കൊരിന്തോസ് 5:7-8 വചനങ്ങൾ. 1 കൊരിന്തോസ് 5:7-8. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. ആത്മാർത്ഥതയും സത്യം കൊണ്ടും നിറഞ്ഞൊരു ജീവിതം നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. Praise the